പാത്രം ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ മുഴുവൻ കുരുമുളക് ഇടുക. മുഴുവൻ കുരുമുളക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് 4-5 കഷ്ണം ഗ്രാമ്പൂ, 4-5 കഷ്ണം ഏലക്ക, 2-3 കഷ്ണം ഗ്രാമ്പൂ, ചെറിയ 2 പീസ് ബേ ലീഫ്, 2 പീസ് പട്ട ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യുക. സ്പൈസസ് ഒക്കെ അവരവർക്കിടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഏറിയും കുറഞ്ഞൊക്കെ ഉപയോഗിക്കാം. ഇത് പച്ചമണം മാറി കഴിയുന്നുടനെ അതിനകത്തോട്ട് വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത് ചേർക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ, ഇഞ്ചിയെക്കാട്ടി കുറച്ച് കൂടുതൽ വെളുത്തുള്ളി, രണ്ടും ചോപ്പ് ചെയ്തത് ഒരു പച്ചപ്പ് മാറുന്ന വരെ വഴറ്റുക. അതിനുശേഷം സവോള അല്ലെങ്കിൽ കൊച്ചുള്ളി, 2 ഈക്വൽ പ്രൊപ്പോർഷനിലായാലും കുഴപ്പമില്ല. സവോളയും കൊച്ചുള്ളിയും അരിഞ്ഞത് സ്ലൈസ് ചെയ്തതോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തതോ ഇട്ട് നന്നായി വഴറ്റുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് കറിവേപ്പില, ഈ സവോളയ്ക്കകത്തോട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി കുറച്ച് കറിവേപ്പില, പിന്നെ സ്ലിറ്റ് ചെയ്ത പച്ചമുളക്. ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഈ കറിക്കുള്ളൂ. അതുകൊണ്ട് ആവശ്യത്തിന് പച്ചമുളക് അവരവരുടെ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളക് ആഡ് ചെയ്യും. നന്നായി വഴണ്ട് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റും ചേർക്കുക. അത് ക്യൂബ്സായിട്ടാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. അതുപോലെ അവരവരുടെ ഇഷ്ടത്തിന് പൊട്ടറ്റോയും ക്യാരറ്റും ചേർക്കുക. അതൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഒരു 1.5 തക്കാളി, ഒരു ഒത്തിരി വലുപ്പമല്ലാത്തൊരു മീഡിയം വലുപ്പമുള്ള 1.5-2 തക്കാളിയോളം ചേർക്കുക. തക്കാളി നന്നായിട്ട് വേകുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റുക. അങ്ങനെ വഴണ്ട് തക്കാളി വെന്ത് കഴിയുന്നുടനെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ്, ഞാനാണെങ്കിൽ ബോൺ ഉള്ളതാണ് ഇട്ടേക്കുന്നത്. കുറച്ച് ചിക്കനെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ ഉപയോഗിക്കാം. അതിലേക്ക് ഒരു 1/2 തൊട്ട് 1 സ്പൂൺ, 1 ടീസ്പൂൺ, 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല. അത് ഓപ്ഷണലാണ് ഗരം മസാല. അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് വഴണ്ട് കഴിയുന്നുടനെ രണ്ടാം പാല്, കനം കുറഞ്ഞ തേങ്ങാപ്പാൽ 2-ാം പാല് ചേർക്കുക. നന്നായി അത് ഏകദേശം കഷ്ണങ്ങൾ മുങ്ങത്തക്ക രീതിയിൽ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് അടച്ചു വെച്ച് നന്നായി വേവിക്കുക. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ കഷ്ണങ്ങളും ചിക്കൻ പീസസും നന്നായിട്ട് വേകണം. നന്നായി തിളച്ച് അത് വെന്ത് പറ്റി കഴിയുന്ന ഉടനെ അതിനകത്തോട്ട് കട്ടി തേങ്ങാപ്പാൽ ചേർക്കുക. ഈ പൊട്ടറ്റോയുടെ പീസസ് ജസ്റ്റ് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് ഒന്നുകൂടെ ഒരു കൊഴുപ്പ് കിട്ടും. തനിപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത്. ജസ്റ്റ് തനിപ്പാൽ ചൂടായി കഴിയുന്ന ഉടനെ അതിനകത്തോട്ട്
ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂകി കൊടുക്കുക, ഒന്ന് ഡ്രിസിൽ ചെയ്യുക. അത് വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഒഴിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക, ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചേക്കുക. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് 5 മിനിറ്റിന് ശേഷം നമുക്കത് കറി ചൂടോടെ ഉപയോഗിക്കാം. അപ്പത്തിനും പാലപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ചിക്കൻ സ്റ്റൂ.